ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഏത്തപ്പഴവും ബൂസ്റ്റും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നല്ല എളുപ്പത്തിലുള്ള ഒരു 4 മണി പലഹാരമാണ്. ഏത്തപ്പഴമൊക്കെ കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായും അത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒന്നായി മാറും കേട്ടോ. അപ്പോൾ ആ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഞാനിവിടെ ആദ്യം തന്നെ ഒരു ഏത്തപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് മിക്സിക്കകത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കേണ്ടത് കൊണ്ട് തന്നെ ഏത് വലിപ്പത്തിൽ വേണേലും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് 5 രൂപ പാക്കറ്റിലുള്ള ബൂസ്റ്റ് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് മുഴുവനായും നമ്മൾ ചേർക്കുന്നുണ്ട്. ഒരു ഏത്തപ്പഴത്തിന് ഒരു പാക്കറ്റ് ബൂസ്റ്റ് എന്ന അളവിലാണ് കേട്ടോ. ഇനി അത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരണേ. നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബൂസ്റ്റും പഴവും കൂടി അടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ മിക്സി ജാറിൽ തന്നെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണ്ട കുറച്ച് തേങ്ങ ചിരകിയതും ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയേ. ആ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരയും പഞ്ചസാരയും നമ്മൾ ആ അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെയും ബൂസ്റ്റിൻ്റെയും ബാറ്ററിനോട് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1/4 കപ്പോളം മൈദയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആ ബാറ്ററിലേക്കിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പോളം ഇട്ട് കൊടുത്തിട്ടും അത് കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വന്നില്ല കേട്ടോ. നമ്മുടെ ആ ഒരു ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നത് വരെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദ. ഇതുപോലെ ഒരു 1/4 കപ്പ് കഴിഞ്ഞ് ഞാൻ ഒരു 2-3 ടേബിൾ സ്പൂണും കൂടി മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടിയത്. ഇനി അത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ബൗളിൽ നിന്ന് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ മാവൊക്കെ നല്ല പോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരുപാട് പണിയൊന്നുമില്ല. ഇത് ചെറുതായിട്ടൊന്ന് ബോൾസ് ആക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. കയ്യിൽ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തേച്ചിട്ട് വേണം നമ്മൾ ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കാൻ. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാനായിട്ടും പറ്റും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ എടുത്തിരിക്കുന്ന ആ ബാറ്റർ ഫുള്ള് ഞാൻ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓയിലിട്ടൊന്ന് പൊരിച്ചെടുക്കുക മാത്രം മതി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. അതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഞാൻ 6 ബോൾസാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, എങ്കിലേ നമ്മുടെ ആ ഒരു ബോൾസിൻ്റെയൊക്കെ ഉള്ളിൽ നല്ല പോലെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് പെട്ടെന്ന് തയ്യാറായി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതേ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ അടിപൊളിയായിട്ടുള്ള ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഈ ഒരു കറക്റ്റ് ടെക്സ്ചർ ആകുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബനാന ബൂസ്റ്റ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറപ്പായും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും യൂസ് ചെയ്യാതെ നല്ല അടിപൊളിയായിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കാനായിട്ടും പറ്റും കേട്ടോ. ഈ ഒരു സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇതുപോലെയുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.